മാർക്സിസ്റ്റ് ഗവൺമെന്റ് പുറമെ മാർക്സും അകത്ത് പൂന്താനവും എന്ന് പറയും. അതായത് ഇവരെ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോഴും പുരാതനം പറയുമ്പോഴും അകത്ത് യാഥാസ്ഥിതികമായിട്ടുള്ള ഹിന്ദു ആശയങ്ങൾ തന്നെയാണ്. ഇടതുപക്ഷം എന്ന് പേരേ ഉള്ളൂ. അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, ഇപ്പം സംസ്ഥാന സർക്കാരിന്റെ മാത്രം ഇപ്പം സുപ്രീം കോടതി എടുത്തിരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള ആ വിധി, അതിന് സംസ്ഥാന സർക്കാർ എടുത്തൊരു നിലപാട് മാത്രം കാരണമെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുമോ? ഇതൊരു പ്രൊലോങ്ഡ് ബാറ്റിലായിരുന്നു, ഒരു വലിയ ലീഗൽ ബാറ്റിലായിരുന്നു. സംസ്ഥാന സർക്കാരിന്റെ നിലപാട് അറിയിച്ചു. അതുകൊണ്ട് മാത്രം സുപ്രീം കോടതി അങ്ങനെ ഒരു യുവതീ പ്രവേശനം ആകാം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയോ എന്ന് സംസ്ഥാന സർക്കാരിന്റെ നിലപാട് മാത്രമാണ് ആ വിധിക്ക് കാരണമായതെന്ന് നമുക്ക് പറയാൻ കഴിയുമോ? ഇത് ഇപ്പം ശബരിമലയിൽ, ബാക്കി കേരളത്തിൽ നിരവധി അയ്യപ്പ ക്ഷേത്രങ്ങളുണ്ട്, അവിടെയെല്ലാം സ്ത്രീകൾക്ക് പ്രവേശനമുണ്ട്. അപ്പോൾ അത് ബോധ്യപ്പെടുത്താൻ കഴിയാത്തതിൽ ഒരു ഇറർ കൂടിയുണ്ടോ? തീർച്ചയായിട്ടും സുപ്രീം കോടതി ഭരണഘടനാ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ഭരണഘടനയുടെ വ്യാഖ്യാനം ചെയ്യുന്നത് സുപ്രീം കോടതിയാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് എടുക്കുന്ന ഒരു സ്റ്റാൻഡ് മാത്രമല്ല, അത് സംസ്ഥാന ഗവൺമെന്റ് എന്ത് അഫിഡവിറ്റ് ഫയൽ ചെയ്താലും സുപ്രീം കോടതിക്ക് ഭരണഘടന ഉയർത്തിപ്പിടിക്കാനുള്ള ബാധ്യതയുള്ളത് കൊണ്ട് സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് അടുത്ത വിധി വന്നത് സ്ത്രീകൾക്കെതിരെ വിവേചനം പാടില്ല എന്ന് ഭരണഘടനയിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു. ആർട്ടിക്കിൾ 14, 15 പറയുന്നു. ആർട്ടിക്കിൾ 25 പറയുന്നത് മതസ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഭരണഘടനാ മൂല്യങ്ങൾക്ക് വിധേയമായിരിക്കണം, ഭരണഘടനാ മൊറാലിറ്റിക്ക് വിധേയമായിരിക്കണം, പബ്ലിക് ഓർഡറിന് വിധേയമായിരിക്കണം, ഹെൽത്ത്, പിന്നെ ബാക്കി ഭരണഘടനാ പ്രൊവിഷൻസ്. ഈ ബാക്കി ഭരണഘടനയിലെ പ്രധാന മൂല്യങ്ങൾ എന്ന് പറയുന്നത് വിവേചനരഹിതമായിട്ടുള്ള തുല്യതയുള്ള ഒരു സമൂഹം എന്നുള്ളതാണ്. തുല്യത ഇല്ലാത്ത ഒരു സമൂഹമായിരുന്നു ഹിന്ദു സമൂഹം. അതിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇപ്പൊ ഈ പറയുന്ന ഇതിനെപ്പറ്റി അഭിമാനപൂർവ്വം പറയുന്നവരൊക്കെ മനസ്സിലാക്കുന്നത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് എവിടെയായിരുന്നു? ദളിതർക്ക് സ്വാതന്ത്ര്യം ഇല്ലാതിരുന്ന ഒരവസ്ഥ, അമ്പലങ്ങളിൽ പ്രവേശനം ഇല്ലാതിരുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. ഭരണഘടന വന്നതിന് ശേഷമാണ് ഇതൊക്കെ വന്നത്. ഡോക്ടർ അംബേദ്കറുടെ നേതൃത്വത്തിൽ ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്നത് എല്ലാവർക്കും തുല്യ സ്ഥിതി സമത്വമുള്ള എല്ലാ സ്ഥലങ്ങളിലും, ആരാധനാലയങ്ങളിലും, എല്ലാ തരത്തിലും, എല്ലാ വിഭാഗങ്ങളിലും പെട്ട ഹിന്ദുക്കൾക്ക് പ്രവേശനം കൊടുക്കാൻ ബാധ്യസ്ഥമായിട്ടുള്ള ഭരണഘടനയാണ് നമുക്കുള്ളത്. അതുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റ് ആദ്യം ചെയ്തത് ആ ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുമെന്ന് പറഞ്ഞു. അതിന് ഭരണഘടനാപരമായ ബാധ്യതയുണ്ട്. ഇപ്പോൾ അവരെ നിന്ന് പിന്നോക്കം മാറി ആർക്കാണ് സന്തോഷം? ഇവിടെ ബാക്കി പറഞ്ഞവര് ചിലർ സന്തോഷം രേഖപ്പെടുത്തി. അതുകൂടാതെ എല്ലാ സമുദായ നേതാക്കന്മാർക്കും സന്തോഷമായി കാണും. കാരണം ഇവരെല്ലാം പറയുന്ന ഇതാണ്, സമുദായ നേതാക്കന്മാർ പറയുന്നത് ഞങ്ങൾ പറയുന്നവർ ചെയ്യണം, ഇവിടെ സ്ത്രീകൾക്ക് അങ്ങനെയുള്ള അവകാശങ്ങളൊന്നുമില്ല, പ്രത്യേകിച്ച് അങ്ങനെ ഈ മെൻസ്ട്രേഷൻ ആ ഏജിലുള്ള സ്ത്രീകളാണ്. ഈ വിധിക്ക് സ്റ്റേ ഉണ്ടായിരുന്നില്ല, എന്നിട്ടും ഇത്രയും കാലം കഴിഞ്ഞും ഒരു സ്ത്രീ പോലും ശബരിമലയിൽ പോകണം എന്നൊരു ആഗ്രഹം പറഞ്ഞ് മുന്നോട്ട് വന്നിട്ടില്ല എന്നുള്ളൊരു വസ്തുത, ഒരു സാഹചര്യം കൂടി നമ്മുടെ മുന്നിലുണ്ട്. അതിലെ ഒരു പ്രധാന പ്രശ്നം ഞാൻ മനസ്സിലാക്കുന്നത്, ഇവര് ഡോക്ടർ അംബേദ്കറെ വായിച്ചിട്ടില്ല. അവർ മാർക്സിനെ മാത്രം വായിക്കുമ്പോഴുള്ള പ്രശ്നം, ഇതിനകത്ത് ഡോക്ടർ അംബേദ്കർ പറഞ്ഞ പോലെ ബ്രാഹ്മിൻ ബോയ്സ് എന്ന് പറയുമ്പോൾ അവരുടെ ക്ലബ്ബിൽ അവർ മനസ്സിലാക്കുന്നത് എന്താണ്? ഇതിൽ പാവപ്പെട്ടവൻ പണക്കാരൻ എന്നുള്ള രണ്ട് വിഭാഗങ്ങളേ ഉള്ളൂ. അത് ഇന്ത്യയിൽ നിലനിൽക്കുന്ന ജാതിയുടെ അനാസ്ഥയും അതിനകത്തുണ്ടായിരിക്കുന്ന ദുരാചാരങ്ങളും അവിടെ അനുഭവിച്ചിരിക്കുന്ന അവശതകളും ഒക്കെ കാണാതെ ഇരിക്കുന്ന ഒരു സർക്കാരാണ്. അതുകൊണ്ടാണല്ലോ ഇപ്പം EWS റിസർവേഷന്റെ കാര്യം വന്നപ്പോഴാണെങ്കിൽ ഇവര് രണ്ട് വിഭാഗം ആളുകളെ മാത്രമേ കാണുകയുള്ളൂ, പാവപ്പെട്ടവനും പണക്കാരും. ഇതിൽ ഇന്ത്യയിൽ നിന്നിരുന്ന ഒരു സ്ഥിതി സമത്വം ഇല്ലായ്മ, ഹിന്ദു സമൂഹത്തിൽ പ്രത്യേകം ഉണ്ടായിരുന്ന ഉച്ചനീചത്വങ്ങൾ, ഇതെല്ലാം ഇല്ലാതാക്കിക്കൊണ്ടുള്ള മതസ്വാതന്ത്ര്യമേ ഉള്ളൂ. മതസ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അങ്ങനെ അനിയന്ത്രിതമായിട്ടുള്ള ഒരു അവകാശമൊന്നുമില്ല. അത് ബാക്കിയുള്ളവർ എന്ത് പറയുന്നത് എനിക്കറിയത്തില്ല. യൂണിഫോം സിവിൽ കോഡിന്റെ കാര്യം വന്നാലും ഏത് ഇഷ്യൂ വന്നാലും മുസ്ലിം സ്ത്രീകൾക്ക് സമ്പത്തിൽ അല്ലെങ്കിൽ അവരുടെ സ്വത്തിൽ തുല്യാവകാശം ഉണ്ടോ എന്നുള്ള വിഷയം സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. ആ വിഷയത്തിലും കേരള ഗവൺമെന്റ് ഒരു സ്റ്റാൻഡ് എടുത്തിട്ടില്ല. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് മാർക്സിസ്റ്റ് ഗവൺമെന്റ് പുറമെ മാർക്സും അകത്ത് പൂന്താനവും എന്ന് പറയും. അതായത് ഇവരെ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോഴും പുരാതനം പറയുമ്പോഴും അകത്ത് യാഥാസ്ഥിതികമായിട്ടുള്ള ഹിന്ദു ആശയങ്ങൾ തന്നെയാണ്. ഇടതുപക്ഷം എന്ന് പേരേ ഉള്ളൂ. തീവ്ര വലതുപക്ഷ ആശയങ്ങൾ എന്ത് പറയുന്നു അത് തന്നെയാണ് ഇവരുടെ സാംസ്കാരികപരമായി വലതുപക്ഷം മാത്രമേ.